PV അൻവർ MLA മാപ്പ് പറയണം. SP-യെ അധിക്ഷേപിച്ചതിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്ന് IPS സംഘടന. പോലീസ് അസോസിയേഷൻ സമ്മേളന വേദിയിൽ ജില്ലാ പോലീസ് മേധാവി S. ശശിധരനെ പരസ്യമായി അധിക്ഷേപിച്ച PV അൻവർ MLA-യുടെ നടപടിയിൽ പ്രതിഷേധം. MLA-ക്കെതിരെ IPS അസോസിയേഷൻ പ്രമേയം പാസാക്കി. IPS ഉദ്യോഗസ്ഥരെ പൊതുവിൽ അപകീർത്തിപ്പെടുത്താനാണ് PV അൻവർ ശ്രമിച്ചതെന്ന് പ്രമേയത്തിൽ പറയുന്നു. മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് യുക്തമായ നടപടി ഉണ്ടാകുമെന്ന് IPS സംഘടന പ്രതീക്ഷിക്കുമ്പോഴും PV അൻവർ MLA ആയതിനു ശേഷം നടന്ന ഒരുപാട് സംഭവങ്ങൾ വിലയിരുത്തി നോക്കിയാൽ ഇതുവരെ ഇത്രയും വിവാദമായ മറ്റൊരു MLA-യും ഉണ്ടായിട്ടില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അത്തരം വിവാദ സംഭവങ്ങൾ ഉണ്ടായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല, പിന്നെയല്ലേ IPS സംഘടനയുടെ പ്രമേയം എന്നും ജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. വിലക്കയറ്റം അതിരൂക്ഷം, എല്ലാറ്റിനും വില കുതിക്കുന്നു. ഓണത്തിന് കാണം വിറ്റു തന്നെ കഴിയേണ്ടി വരും. നിത്യോപയോഗ സാധനങ്ങൾക്കും പച്ചക്കറി തൊട്ട് എല്ലാ സാധനങ്ങൾക്കും റെക്കോർഡ് വിലക്കയറ്റമാണ്. ദിവസത്തിന് ദിവസം വില കുതിക്കുകയാണ്. മാസച്ചിലവ് 3 ഇരട്ടിയിൽ കൂടുതലായി. ജനജീവിതം ദുസ്സഹമാണ്. സർക്കാർ സംവിധാനം വെറും നോക്കുകുത്തിയെന്ന് ജനങ്ങൾ ആരോപിക്കുന്നു. കിറ്റ് കിട്ടിയവർ മാത്രം വോട്ട് ചെയ്താൽ മതിയോ എന്നും ജനങ്ങൾ ചോദിക്കുന്നു. നികുതി ഭാരവും തൊട്ടതിനെല്ലാം അധിക ചാർജുകൾക്കും 3 ഇരട്ടി വർധന. കറണ്ട്, വെള്ളക്കരം തുടങ്ങി എല്ലാറ്റിനും കൂട്ടി. വെപ്കോ ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റങ്ങൾക്ക് സമാനമായി തൊഴിലാളികൾ കൂലി വർധനവും. ഗൃഹോപകരണ സാധനങ്ങൾ കേടുപറ്റിയാൽ റിപ്പയർ ചെയ്യാൻ ഉള്ള ചാർജും കുത്തനെ കൂട്ടിയെന്നും ജനങ്ങൾ ആരോപിക്കുന്നു. ചുരുങ്ങിയത് റിപ്പയറിന് ആവശ്യപ്പെടുന്നത് 450 രൂപയാണെന്ന് കുടുംബിനികളും ആരോപിക്കുന്നു. ഒരു വഴിക്കും രക്ഷയില്ലാത്ത അവസ്ഥയാണ്. ആരോട് പറയാൻ, അനുഭവിക്കുക തന്നെയെന്ന് ജനങ്ങൾ വിലപിക്കുന്നു. പാവപ്പെട്ട അനവധി പേർ സംസ്ഥാനം വിട്ടുപോകുമ്പോൾ അന്യസംസ്ഥാനക്കാർ കേരളത്തിലേക്ക് കൂട്ടം കൂട്ടമായി വന്നു നിറയുന്നു. അവരില്ലാതെ കേരളം ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാണ് സംജാതമാകുന്നത്. സ്വാമില് മുതൽ ഇറച്ചിക്കട തുടങ്ങി സ്റ്റാർ ഹോട്ടലടക്കം എല്ലാ തുറകളിലും അന്യസംസ്ഥാന തൊഴിലാളികളുടെ സാന്നിധ്യമാണ് ഇപ്പോൾ കാണുന്നത്. നോക്കുകൂലി ഭയം വിട്ടുവെന്ന് കച്ചവടക്കാരും വ്യവസായികളും പറയുന്നു. ഓണം അടുക്കുമ്പോൾ എല്ലാറ്റിനും തീ വിലയാണ്. കേരളീയർ ആദിയിലാണ്. ക്രമേണ മഹാബലി അടക്കം ലീവ് എടുക്കുമെന്നാണ് കരുതേണ്ടത്. നേന്ത്രപ്പഴത്തോട് മല്ലടിച്ച് കോന്ത്രമ്പല്ലെല്ലാം കൊഴിഞ്ഞുപോയി എന്നെല്ലാം ഓർമ്മകളിൽ മാത്രമാണെന്ന് ജനങ്ങൾ പറയുന്നു. ഇന്ത്യ മലേഷ്യ ബന്ധം സമഗ്രമാക്കാൻ ഊട്ടിയുറപ്പിക്കുന്ന തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് വ്യാപാരം അതാത് കറൻസിയിൽ തുടങ്ങുന്നു. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിൻ്റെ ഇന്ത്യ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകുന്നതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള മെച്ചപ്പെട്ട തന്ത്രപരമായ പങ്കാളിത്തം ഒരു ദശാബ്ദം പൂർത്തിയാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ 2 വർഷമായി പങ്കാളിത്തം ഒരു പുതിയ ശക്തിയും ഊർജവും കൈവരിച്ചു. പരസ്പര സഹകരണത്തിൻ്റെ എല്ലാ മേഖലകളെക്കുറിച്ചും വിശദമായി ചർച്ച ചെയ്തു. നമ്മുടെ ഉഭയകക്ഷി വ്യാപാരം സ്ഥിരമായ പുരോഗതി കൈവരിക്കുന്നതിനായി നാം നിരീക്ഷിച്ച ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള വ്യാപാരം ഇപ്പോൾ ഇന്ത്യൻ രൂപയിൽ തന്നെ തുടങ്ങും. മലേഷ്യയിലെ റിങ്കിറ്റ്സിലും തീർപ്പാക്കാൻ കഴിയും. കഴിഞ്ഞ വർഷം മലേഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് $5 ബില്യൺ നിക്ഷേപമാണ് നടന്നതെന്നും സമഗ്രമായ പങ്കാളിത്തമാണ് ഉണ്ടാകുന്നത്.
സഹാറ ഗ്രൂപ്പിന് 2 കോടി പിഴത്തുക. വയനാട് ദുരന്ത പുനരധിവാസത്തിന് നൽകാൻ സുപ്രീം കോടതി നിർദ്ദേശം. ഡൽഹി ഉപഭോക്തൃ കേസിലെ കോടതി വിധി പാലിക്കാത്തതിനായി 2 കോടി പിഴത്തുക വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്ത പുനരധിവാസത്തിനായി നൽകാൻ സഹാറ ഗ്രൂപ്പിനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. തമിഴ് സിനിമാ മേഖലകളിലും നടിമാർക്ക് ദുരന്താനുഭവങ്ങൾ വഴങ്ങേണ്ടി വന്നതിനാൽ പല സിനിമകളും വേണ്ടെന്ന് വെച്ചു. കേരളത്തിലെ സിനിമാ മേഖലയ്ക്ക് സമാനമായ തമിഴ് സിനിമാ മേഖലകളിലും സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ നടത്തുന്നുണ്ടെന്ന ആരോപണവുമായി സനം ഷെട്ടി. എനിക്ക് പലപ്പോഴും ഇത്തരം അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. വഴങ്ങേണ്ടി വരുമെന്ന് ബോധ്യപ്പെട്ടതോടെ പല സിനിമകളും വേണ്ടെന്ന് വെച്ചു. ഗൗരവപരമായ ഇത്തരം അനുഭവത്തിൽ അന്വേഷണം നടത്തി ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനും മുൻകൈയെടുത്ത നടിമാർക്കും നന്ദി പറഞ്ഞുകൊണ്ടും സനം ഷെട്ടി പറഞ്ഞു. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും സനം ഷെട്ടി അറിയിച്ചു. എസ് പിക്കെതിരെ വീണ്ടും PV അൻവർ MLA. എസ് പിക്ക് മാപ്പില്ല. മലപ്പുറത്തിൻ്റെയും കേരളത്തിൻ്റെയും മാപ്പുണ്ട്. നൽകുന്നത് 0 മാർക്ക്. SPS ശശിധരനെ വിമർശിച്ചതിൽ മാപ്പ് പറയില്ലെന്ന് നിലമ്പൂർ MLA PV അൻവർ. കേരളത്തിൻ്റെയും മാപ്പുണ്ട്, മലപ്പുറത്തിൻ്റെയും മാപ്പുണ്ട്. ഇനിയും വേണോ മാപ്പെന്നും സമൂഹ മാധ്യമത്തിൽ അൻവർ MLA പരിഹസിച്ചു. മാപ്പ് പറയണമെന്ന IPS അസോസിയേഷൻ്റെ ആവശ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു MLA PV അൻവർ. SP ശശിധരൻ നമ്പർ 1 സാഡിസ്റ്റാണെന്നും ഈശോയിസ്റ്റാണെന്നും അൻവർ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. അദ്ദേഹം നല്ല ഓഫീസർ അല്ലെന്നും 0 മാർക്കാണ് അദ്ദേഹത്തിന് ഇടേണ്ടതെന്നും വിമർശിച്ചു. മലപ്പുറത്തെ പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ SP വേദിയിലിരിക്കുമ്പോഴായിരുന്നു വിമർശനം. സർക്കാർ ഭവന പദ്ധതിക്ക് മണ്ണെടുക്കാൻ അനുവദിക്കാത്തതും പെറ്റി കേസുകൾ വർദ്ധിപ്പിച്ചതും തൻ്റെ പാർക്കിൽ നിന്ന് മോഷണം നടത്തിയവരെ പിടികൂടാത്തതുമാണ് MLAക്ക് ഉണ്ടായ ദേഷ്യമെന്നും മുഖ്യമന്ത്രിയുമായി ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ല, പറയേണ്ട ഘട്ടം എത്തുമ്പോൾ പറയുമെന്നും MLA PV അൻവർ പറഞ്ഞു. മത്സ്യത്തിനും വില കുതിക്കുന്നു. കേരള തീരത്ത് മത്സ്യലഭ്യത കുറവ് രൂക്ഷമാകുന്നു. 2023 വർഷത്തെ മത്സ്യലഭ്യതയിൽ 1.09 ലക്ഷം ടൺ കുറവ് വന്നതായി സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നു. 6.90 ലക്ഷം ടൺ ലഭിച്ച സ്ഥാനത്ത് 5.81 ലക്ഷം ടൺ മാത്രമാണ് ലഭിച്ചത്. ഇതിനു മുൻപും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും മലയാളികളുടെ ഇഷ്ട മീനുകളിൽ പലതും വൻതോതിൽ കുറഞ്ഞു തുടങ്ങി. അത്യുഷ്ണവും കാലാവസ്ഥാ വ്യതിയാനവും കാരണമാവും തമിഴ്നാട്ടിലും കർണാടകയിലും മത്സ്യക്കുറവ് കാരണം കേരളത്തിലേക്ക് എത്തുന്നതും കുറയുകയാണ്. ഇത് മത്സ്യത്തൊഴിലാളികളെയും വിലക്കയറ്റത്തിനും കാരണമാകുന്നു. ട്രോളിംഗ് നിരോധനം നീങ്ങിയിട്ടും മത്സ്യത്തിന് വില കുറവില്ല. പാവപ്പെട്ടവർ കഴിക്കുന്ന മത്തി, അയിലയ്ക്കും വൻ വിലയാണ്. മറ്റു മീനുകൾക്ക് വൻ വിലയാണുള്ളത്.